ഹലോ, നമസ്കാരമുണ്ട്. നമുക്കൊന്ന് തയ്യാറാക്കുന്ന ഒരു മട്ട സൂപ്പാണ്. ഓക്കെ. മട്ട സൂപ്പാക്കിയുള്ള നമുക്കൊന്ന് നമുക്കൊന്ന് വേണ്ടത് നമുക്ക് കാണിച്ചു തരാം. 1/2 കിലോ മട്ട സൂപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ. ഓക്കെ. അതെന്ന് പറഞ്ഞാൽ കഴുകുമ്പോൾ ഒരു ലേശം മഞ്ഞപ്പൊടിയും ഈ വിനാഗിരി ഒഴിച്ച് കഴുകി വൃത്തിയെടുക്കുന്നത് ഒരു 5-6 വെള്ളത്തിൽ കഴുകിയെടുക്കുന്നതാണ് അത് നല്ലത്. ഓക്കെ. ഇതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 20 ചെറുള്ളി ചതച്ചതുണ്ട്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 4 മുളക് നെടുകീറി കീറി വെച്ചിട്ടുണ്ട്, ഒരു 6-7 തണ്ട് കറിവേപ്പില, ചെറുതായിട്ട് ക്രഷ് ചെയ്ത് നമ്മൾക്ക് പെരുംജീരകം, 1.5 സ്പൂൺ കുരുമുളക് ഇതെല്ലാം ക്രഷ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പുതിന, ഒരു പഴുത്ത തക്കാളി, ഒരു 2 നാരങ്ങ വേണം നമുക്ക്. ഓക്കെ. ഇതെല്ലാം നമുക്ക് ചേർക്കാം ഇനി നമുക്ക്. ഓക്കെ. ഇതിനുപരി 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും വേണം. ഓക്കെ. ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇതിന് കുറച്ച് നല്ലതാണ്. ഓക്കെ. അപ്പം നമുക്കത് ചേർക്കാം നമുക്ക്. ഓക്കെ. ചേർക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ. ആദ്യം നമുക്ക് ഇടേണ്ടത് ചെറുള്ളി ചതച്ചത് നമുക്കിടാം. ചെറുള്ളി വെച്ചിട്ടുണ്ട്. ഇടപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പുതിന, മല്ലിയില, ഒരു പഴുത്ത തക്കാളി അരിഞ്ഞിട്ടുണ്ട്. ഇതുപരി പുതിന, പട്ട ഒരു 8 പീസ്, ഒരു 4 ഗ്രാമ്പ്, ഒരു 4 ഏലക്ക, 4 മുളക് അരിഞ്ഞത്, ഒരു 6 തണ്ട് കറിവേപ്പില ഉണ്ട്. എല്ലാം കൂടി നമുക്ക് ഇത് ചതച്ച് വെച്ചേക്കുന്ന പെരിഞ്ജീരകവും കുരുമുളകും നമുക്ക് വേണ്ടത് ഒരു കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ് വേണം. ഓക്കെ. ഒരു 2 നാരങ്ങ ആരുള്ളത്. നാരങ്ങ നിറമ സിട്രിക് ആസിഡാണ്. സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് വേവാനും അതിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കാനും പറ്റും നമുക്ക്. അല്ലേ? എല്ലൊക്കെ നല്ലോണം വേവണം നമുക്ക്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് വിനാഗിരിയും നാരങ്ങയ്ക്കൽ സിട്രിക് ആസിഡ് ഇടണം. നമുക്കിത് വേവുന്നതിന് പോയിരിക്കും ഇതിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കാൻ ഇതാണ്. അങ്ങനെ ഒരു 1 ലിറ്റർ വെള്ളം കൂടി ചേർക്കണം ഇതിൽ. നമുക്കിത് തീ കത്തിക്കാം. ഓക്കെ.
ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു പിസിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വിസിലാക്കണം. അത് കഴിഞ്ഞിട്ടൊരു 10 പിസിൽ ലോ ഫ്ലെയിമിൽ കിടണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എല്ലെല്ലാം നല്ല വെന്ത് അതിനോട് ചേരുള്ളൂ. അല്ലേ? നമ്മൾ ഈ സൂപ്പ് ഒരു കേട്ടോ ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ല. അതുപോലെ മഴയത്ത് ഒരാൾക്കും കഴിക്കാറില്ല. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇളകിற സമയമാണ്. അന്നേരം ഇത് കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ശരി, ദോഷവശങ്ങൾ അവരോടുണ്ടെന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മൾ ചേർക്കുമ്പോൾ തന്നെ നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. കാരണം വിനാഗിരി നാരങ്ങ ഒഴിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലുകളെല്ലാം അതിനുള്ള ബന്ധം അതിനോട് ചേർന്നിരിക്കും. അല്ലേ? പിന്നെ പലവരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അല്ലേ? പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്, പലരും പല കണക്കും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇത് കുടിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ മറക്ക് തന്നെ ചെയ്യുക തന്നെ വേണം. അല്ലേ? നമുക്ക് ഫസ്റ്റ് വിസിൽ കേൾക്കാറായി. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു 10 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓഫ് ചെയ്യുക. ഈ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് കിടക്കണം. അതിൻ്റെ ആദ്യം എല്ലാം ഒന്ന് ഡൗൺ ആവണം. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നോക്കട്ടെ. ഇതൊക്കെ ബന്ധിട്ടുണ്ട്. നമുക്കൊന്ന് സൂപ്പ് അടിപൊളിയായിട്ടുണ്ട്. മുന്നേറെ താളിക്കണം. നമുക്കൊന്ന് ജസ്റ്റ് നെയ്യിൽ താളിക്കണം നമുക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഒന്ന് താളിക്കാം കേട്ടോ നമുക്ക്. ബോളിട്ട് ഒഴിക്കാം നമുക്ക്. നമുക്ക് 5 പേർക്ക് സെർവ് ചെയ്യാൻ വേണ്ടി. 5 പേർക്ക്.
സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് ഓക്കെ. ഇഷ്ടപ്പെട്ട ഇന്നത്തെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ പുതിയ ആൾക്കാരാണ്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള നീക്കം. ഇനി പുതിയ പുതിയ ഐറ്റംസ് വരുന്നതായിരിക്കും. ഓക്കെ. എല്ലാവരും ഫോളോ ചെയ്യുക, മറ്റൊരു ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, എന്താണ് അതിൻ്റെ അഭിപ്രായം എന്നുള്ളത്. ഓക്കെ. നന്ദി, നമസ്കാരം.